നമസ്കാരം, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. തേഴ്സ്ഡേ ഈവനിങ്ങിൽ നമ്മൾ പോയത് കാർ ഷോറൂമായിട്ടുള്ള ഓട്ടോമോളിലേക്കാണ്. ഇവിടെ ഒരുവിധം എല്ലാ വെഹിക്കിൾസും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു കാർ ഷോറൂമാണ് കേട്ടോ ഇവിടെ. ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാറെന്ന് വെച്ചാൽ അത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് മാത്രമുള്ളതൊന്നും ആയിരിക്കില്ല. അവരുടെ ഫാമിലിയുടെ ബോണ്ടിങ്ങും സേഫ്റ്റിയും ഇൻഡിപെൻഡൻസും പിന്നെ ഒരുപാട് മെമ്മറീസ് ബിൽഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ടൂൾ കൂടി ആയിരിക്കും ഒരു കാർ. ലോകത്തെ എല്ലായിടത്തെയും പോലെ തന്നെ ഏറ്റവും ഗ്രോയിങ്ങും ഡൈനാമിക്കും ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി തന്നെയാണ് ഇവിടെയും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഈ ഓട്ടോമോളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിലാണ് ഇതുള്ളത്. ഒരുപാട് ഷോറൂംസ് അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഷോറൂംസും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഒരു കാറ് മാത്രമല്ല, ഇങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സസ് നമ്മളിങ്ങനെ കണ്ട് വി ഗെറ്റ് കൺഫ്യൂസ്ഡ് ഓൾസോ. ഏത് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതാ വേണ്ടത്, ഏത് ടെക്നോളജിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. എ ലോട്ട് ഓഫ് നോളജ് ഇസ് ഗോയിങ് ഓവർ ഹിയർ. അതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഇവിടെ ഇലക്ട്രിക്കൽ കാറ് ഭയങ്കര കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. ഫ്യൂവലിൻ്റെ പ്രൈസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ തന്നെയാണ്. ഇനി ഇലക്ട്രിക്കൽ കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഹൈബ്രിഡ് ഓപ്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി നമുക്കൊരിക്കലും ബാറ്ററി റിലയബിളായിട്ട് ഇവിടെ പറ്റത്തില്ല. ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു 45 ഡിഗ്രിയൊക്കെയാണ് നമ്മൾ സമ്മറിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ ഒരിക്കലും ഒരു കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കൽ വെഹിക്കിളിന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നൊരു ഉറപ്പും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹൈബ്രിഡ് ഓപ്ഷൻസിലോട്ടാണ് കൂടുതൽ ആൾക്കാരും പോകാറുള്ളത്. അപ്പോൾ കൂടുതൽ കാർ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ലൊരു പ്ലേസാണ്. ഇന്നത്തെ കാർ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് വെച്ച് പിടിച്ചു. ആയത് ഷവർമ. ഇത് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷവർമ സ്പോട്ടാണ് കേട്ടോ. Touch paradise, where stress dissolves like footprints in the sand. ഫ്രൈഡേ ഈവനിങ്ങിൽ എവിടെയെങ്കിലും പോകാമെന്ന് ഒട്ടും പ്ലാനില്ലായിരുന്ന സമയത്താണ് നടക്കാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ നേരെ അൽഹംറ കോർണിഷിലേക്ക് വിട്ടുപിടിച്ചു. ഇവിടെ നമുക്കിപ്പോഴും കോർണിഷുകളുടെ പേരും ഏത് കോർണിഷ് എവിടെയാണെന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. പോകുന്ന വഴിക്ക് ഏറ്റവും എളുപ്പം എവിടെയാണോ അവിടെ കയറും, അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു, നല്ല കാം ബീച്ച് ആയിരുന്നു.
പക്ഷെ ഒരേ ഒരു പ്രശ്നം, ഇപ്പോഴും ചൂടിനൊരു കുറവുമില്ല, അല്ല ഹെവി ഹ്യൂമിഡിറ്റി ആയിരുന്നു. നടത്തത്തിൻ്റെ ഇടയിലാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. ആ ചെടികൾക്കിടയിലൂടെ വെളിയിൽ കനാലും ആ കനാലിൻ്റെ സൈഡിലൊരു മോസ്കും, നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഇത് ഹസൻ എനാനി മോസ്ക്, 1985 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു നോർമൽ മോസ്കാണ് കേട്ടോ. ഇതുപോലെ ഈ കോർണിഷിൻ്റെ എല്ലാ സൈഡിലും ഓരോരോ മോസ്കുകളുണ്ട്. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's ebb and flow. ചൂട് താങ്ങാൻ പറ്റാവുന്നേക്കാളും കൂടുതലായെന്ന് തോന്നിയപ്പോൾ പിന്നെ നമ്മൾ നടത്തം മതിയാക്കി കേട്ടോ. അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ജ്യൂസ് ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് നേരെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. The sound of distant gulls and the rolling tide add layers to the tranquil sense tape of this. ഈ ഷോപ്പിൽ എപ്പോൾ വന്നാലും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പോർഷനാണ് കേട്ടോ. അവിടെ ഈ ഫ്രൂട്ട്സ് എല്ലാം അടുക്കി വെച്ചിരിക്കുന്ന ഈ ഡെക്കോറ്. എപ്പോൾ വന്നാലും നമുക്ക് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ തോന്നും. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ. കിട്ടിയ ജ്യൂസ് ഏതാണ് എളുപ്പം തരാൻ പറ്റുമെന്ന് ചോദിച്ചു, അത് മേടിച്ചു കുടിച്ചു. ഇത്തവണ നമ്മൾ ഭൂലങ്കുഷമായിട്ടൊന്നും ചിന്തിക്കാനൊന്നും നിന്നില്ല, ഏതായാലും മതി എന്നായിരുന്നു അവസ്ഥ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. സാറ്റർഡേ ഈവനിങ്ങിലെ മെയിൻ പ്രോഗ്രാം കുഞ്ഞിൻ്റെ കരാട്ടെ ക്ലാസ്സാണ്. അപ്പോൾ അവളെ കരാട്ടെ ക്ലാസ്സിനാക്കിയതിന് ശേഷം ഇന്നത്തെ ഷോപ്പിങ്ങിന് പോകാമെന്നായിരുന്നു ഇന്നത്തെ പ്ലാൻ. തൊട്ടടുത്തുള്ള ഗ്രോസറിയിൽ നമുക്കുള്ള ഇന്ത്യൻ പച്ചക്കറികൾ അങ്ങനത്തെ സാധനമായിട്ടൊന്നും കിട്ടാനില്ല. എന്നാലും അത്യാവശ്യത്തിന് ഓടിപ്പോയിട്ട് എന്തെങ്കിലും മേടിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുറത്ത് പോകും വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക്. ഇപ്പോൾ മെയിൻ പരിപാടി ഈ ഷോപ്പിംഗ് തന്നെയാണ്. എന്തെങ്കിലും സ്നാക്സ് കുഞ്ഞ് ക്ലാസ്സിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് വിചാരിച്ചു ഓക്കെ പോകുന്ന പോക്കിൽ ചെറിയൊരു ജ്യൂസും ഒരു കേക്കും മേടിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഗ്രോസറി പോകണം. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്ന് ഈ പുറത്തുനിന്ന് ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കാനായിട്ട് പിള്ളേർക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണല്ലോ. Coastal escape. Let the music guide you into an untouched paradise where stress dissolves like footprints in the sand. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിന്ന് മാത്രമേ ഷോപ്പ് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ എളുപ്പം എവിടെയാണോ എത്തും, സാധനങ്ങൾ ലഭ്യമായിട്ടുള്ള സ്ഥലം എവിടെയാണോ അവിടെ കയറുക, അവിടെ നിന്ന് സാധനം മേടിക്കുക, അങ്ങനെയാണ് സാധാരണ പതിവ്. പിന്നെ നമ്മൾ മലയാളി സാധനങ്ങളൊക്കെ കൂടുതലും കിട്ടുന്നത് ഷറഫിയ അല്ലെങ്കിൽ ലുലു ഏരിയയിലാണ് കേട്ടോ. അപ്പം ഈ ഫ്രൂട്ട് കണ്ടോ, ഇതിൻ്റെ പേര് സ്വീറ്റ് ലൈം എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ പേർഷ്യൻ ലൈം എന്നാണ് പറയുന്നത്. ഇതവർ മീത്ത ലെമൺ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഹിന്ദിക്കാർ. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഇത് എന്താ പറയണ്ടത്, നാരങ്ങയും അല്ല ഓറഞ്ചും അല്ലാത്തൊരിനം, കമ്പിളി നാരങ്ങയിലേക്ക് ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നോക്കിയാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അയാൾ അതെല്ലാം അടുക്കി വയ്ക്കുന്നത്. കാണുമ്പോൾ തന്നെ എന്തായാലും ഒന്ന് മേടിക്കാൻ തോന്നും.
അവിടുന്ന് നേരെ പോയതൊരു മില്ലിലോട്ടാണ്. കുറച്ച് ഗോതമ്പ് മാവ്, അതായത് ഡയറക്റ്റ്ലി അവിടെ നമ്മൾ പൊടിച്ച് തരും. അപ്പം ഗോതമ്പ് മാവ് മേടിക്കണമായിരുന്നു, അത് മേടിച്ചു. പിന്നെ കുറച്ച് ഉഴുന്ന്, അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചു. അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ ഷോപ്പിംഗ് ഇതോടുകൂടി തീർന്നിരിക്കുന്നു. പിന്നെ പാല്, തൈരൊക്കെ ഇടയ്ക്ക് റാൻഡംലി മേടിച്ചോളൂ. ഇവിടെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് കേട്ടോ ഇത്. ഈ ചെറിയ നീഡിൽ പോലിരിക്കുന്ന വെർമിസ്ലിയാണത്. ഇതിലേക്ക് പാലും കുറച്ച് ഷുഗറും ഏലക്കായ ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് ഇതിലോട്ടിട്ട് കൊടുക്കും. സിമ്പിൾ. ഇതാണ് ഇവിടെ ഫേവറേറ്റ് ആയിട്ട്, എപ്പോഴും ഉണ്ടാക്കാനും എളുപ്പമാണ്, ആൾ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. ഉച്ചയ്ക്ക് പുലാവ് ഉണ്ടായിരുന്നു, ആ പുലാവിൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പായസമായിരുന്നു നമ്മുടെ ഡിന്നറിന്ന്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.